ഇത്തവണത്തെ മണ്ഡലകാലത്ത് അയ്യപ്പനെ കാണാൻ ഒരു കന്നി അയ്യപ്പൻ എത്തുന്നുണ്ട്. അതെന്താ, എല്ലാ തവണയും കന്നി അയ്യപ്പന്മാർ വരാറുണ്ടല്ലോ, അതിത്ര പ്രത്യേകതയുള്ള കാര്യമാണോ എന്ന് പലരും ചോദിക്കാം ഇങ്ങനെ പറയുമ്പോൾ. എന്നാൽ ഈ കന്നി അയ്യപ്പന് പറയാനുള്ളത് തന്നെ അതിശയിപ്പിച്ച കലിയുഗ വരദന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ പേര് DP സിംഗ് ഔജല. എല്ലാ വർഷവും മല ചവിട്ടാൻ ഒരുപാട് കന്യയ്യപ്പന്മാർ എത്താറുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇദ്ദേഹം 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കന്യയ്യപ്പനാകുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 40 വർഷം മനസ്സിൽ കരുതി വെച്ച ഒരു ആഗ്രഹവുമായി ഇരുമുടിക്കെട്ടേന്താൻ ഒരുങ്ങുകയാണ് DP സിംഗ് ഔജല. അയ്യപ്പസ്വാമിയെ കാണണമെന്ന ആ മനസ്സിൽ സൂക്ഷിച്ച 40 വർഷത്തെ ആഗ്രഹത്തിന് പിന്നിൽ വലിയൊരു സംഭവവുമുണ്ട്. 1985 മെയ് മാസത്തിൽ കൊച്ചിയിൽ നിന്ന് പറന്നുയർന്ന നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ വിമാനം കാണാതായി. പശ്ചിമഘട്ടത്തിൽ കാണാതായ വിമാനത്തിൽ 2 മലയാളികളാണ് ഉണ്ടായിരുന്നത്. DP സിംഗ് ആണ് തെരച്ചിൽ നടത്തിയത്. മഴക്കോളും കാർമേഘം നിറഞ്ഞ അന്തരീക്ഷം ഒന്നും അദ്ദേഹം വകവെച്ചില്ല. DP സിംഗ് കർമ്മനിരതനായി. വൈകുന്നേരത്തോടെ വിമാനത്തിലെ ഇന്ധനം കുറഞ്ഞു തുടങ്ങി. കുറേ നേരം പറന്നുവെങ്കിലും വിമാനം സുരക്ഷിതമായി ഇറക്കാൻ വിധത്തിലൊരു ഇടം കണ്ടെത്താൻ സാധിച്ചില്ല. പെട്ടെന്നാണ് മലകൾക്കിടയിൽ ഒരിടം തെളിഞ്ഞു വന്നത്. ഉടൻ തന്നെ അവിടെ വിമാനം ഇറക്കി. ദുരന്തം ഒഴിവാക്കാനായതിന്റെ ആശ്വാസത്തിൽ അവിടെ തടിച്ചുകൂടിയവരോട് DP സിംഗ് സ്ഥലം ഏതാണ് എന്ന് തിരക്കിയപ്പോഴാണ് അയ്യന്റെ മണ്ണാണ് എന്നറിഞ്ഞത്. പമ്പയിലെ ബസ് സ്റ്റാൻഡിലാണ് സിംഗ് ഹെലികോപ്റ്റർ ഇറക്കിയത്. മണ്ഡലകാലം കഴിഞ്ഞ് വിജനമായി കിടക്കുകയായിരുന്നു അന്ന് പമ്പ ബസ് സ്റ്റാൻഡ്. അയ്യപ്പ സന്നിധിയാണ് തനിക്ക് അഭയമേകിയത് എന്നറിഞ്ഞപ്പോൾ DP സിംഗ് ആ മണ്ണിനെ ചുംബിച്ചു. 10 ദിവസത്തിന് ശേഷമാണ് DP സിംഗ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന വിമാനവും വൈമാനികരുടെ കത്തിക്കരിഞ്ഞ ശരീരവും ലഭിച്ചത്. ഉറങ്ങാതിരുന്ന രാത്രി മുഴുവൻ ഹരിഹരസുതനെ ദർശിക്കണം എന്ന ആഗ്രഹമായിരുന്നു ക്യാപ്റ്റന്റെ ഉള്ളിൽ. 2023 വിരമിച്ചതിന് പിന്നാലെ 18ാം പടി കയറണമെന്ന വലിയ ആഗ്രഹം പ്രിയ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായ ക്യാപ്റ്റൻ ശ്രീനാഗേഷ് വി നായരെ അറിയിച്ചു. ഈ മണ്ഡലകാലത്ത് ഒന്നിച്ചു പോകാം എന്ന് അദ്ദേഹം ഉറപ്പും നൽകി. 17-നാണ് DP സിംഗിന്റെ കന്നിയാത്ര. ഭാര്യ ബിന്നി ഔജലയും ഒപ്പമുണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മല ചവിട്ടി അയ്യനെ ദർശിക്കണം എന്നാണ് പറയാറ്. ഏറെ നാൾ ആഗ്രഹിച്ചു മോഹിച്ചു മല ചവിട്ടുന്നവർ ഒരുപാട് പേരാണ്. അങ്ങനെ 4 പതിറ്റാണ്ടായുള്ള മോഹം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലും നിർവൃതിയിലുമാണ് ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ DP സിംഗ് ഔജല. കന്യയ്യപ്പന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുമുടിക്കെട്ടുമായി ആദ്യം ശബരിമലയിൽ എത്തുന്നവരാണ് കന്യയ്യപ്പന്മാർ. സാധാരണ അയ്യപ്പന്മാരെക്കാൾ ആചാരങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട് ഇവർക്ക്. ആദ്യമായി മലയ്ക്ക് പോകുന്നവർ കന്നിക്കാർ, രണ്ടാമതും പോകുന്നവർ രണ്ടാം കന്നി, ഇങ്ങനെയാണ് വിളിക്കുക. 5ാം പ്രാവശ്യം പോകുന്നവരെ പഴമ എന്ന് വിളിക്കുന്നു. 18 തവണയെങ്കിലും മല ചവിട്ടിയ ഒരാളെ കന്യയ്യപ്പൻ ഗുരുസ്വാമിയായി കണ്ടെത്തണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വൃശ്ചിക മാസം 1-ാം തീയതി ക്ഷേത്രത്തിൽ വെച്ച് മാലയിടണം. കന്യയ്യപ്പന്മാർ ആഴിപൂജ നടത്തേണ്ടതുണ്ട്. അഗ്നിയെ വലം വയ്ക്കുന്ന പ്രദക്ഷിണമാണ് ഇതിലെ പ്രധാന ചടങ്ങ്. അയ്യപ്പന്റെ വീടിന് മുന്നിൽ പന്തൽ നിർമ്മിച്ച് അയ്യപ്പൻ, വാവർ, കടുത്ത സ്വാമി, മാളികപ്പുറം എന്നിവരെ പ്രതിഷ്ഠിച്ച് പൂജയും വാദ്യവുമായി ആഴിയിൽ ചാടി കന്യയ്യപ്പന്മാർ സ്വയം പരിശുദ്ധരാകുന്നു എന്നാണ് സങ്കല്പം. കന്യയ്യപ്പന്മാർ ഇരുമുടി നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നതിന് മുൻപ് വീട്ടിലെത്തുന്നവർക്ക് കഞ്ഞി വെച്ച് നൽകുന്ന ചടങ്ങുണ്ട്. എരുമേലിയിൽ പേട്ടതുള്ളി ശരക്കോലുകൾ ശരക്കുത്തിയിൽ കുത്തണം. കന്യയ്യപ്പന്മാർ അയ്യപ്പനെ കാണാൻ എത്തിയതിന്റെ പ്രതീകമാണിത്. മലയാത്രയ്ക്കുള്ള സംഘത്തിൽ കന്നിമലക്കാരുണ്ടെങ്കിൽ എരുമേലിയിൽ പേട്ട കെട്ടണം എന്നാണ് അലിഖിത നിയമം. പമ്പയിൽ പുണ്യസ്നാനവും പിതൃതർപ്പണവും നടത്തണം. അപ്പാച്ചിമേട്ടിലും ഇപ്പാച്ചിമേട്ടിലും ദുർദേവതാ പ്രീതിക്ക് അരി എറിയണം. പേട്ട തുള്ളുന്നതിന് മുൻപായി സർവ്വപ്രായശ്ചിത്തത്തിനായി പേട്ടപ്പണം വെക്കണം. കന്യയ്യപ്പന്മാർ ഒരു അമ്പ് ധരിച്ചു വേണം പേട്ടത്തുള്ളലിൽ പങ്കെടുക്കാൻ. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ, ശബരിമല സന്നിധാനത്തും പമ്പിലും തീർത്ഥാടകരെ വലച്ച് കനത്ത മഴയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനൊപ്പം ഉച്ച കഴിഞ്ഞ് കോടമഞ്ഞുമുണ്ടായിരുന്നു. രാവിലെ ആരംഭിച്ച മഴ ഉച്ചയോടെ ശമിച്ചുവെങ്കിലും ഉച്ച കഴിഞ്ഞ് വീണ്ടും ശക്തിപ്പെട്ടു. രാവിലെ തീർത്ഥാടകരുടെ തിരക്കുണ്ടായില്ല, എന്നാൽ ഉച്ച കഴിഞ്ഞ് തിരക്കുണ്ടായിരുന്നു. മഴയെ തുടർന്ന് ഞായറാഴ്ച സന്നിധാനത്ത് ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണവും കുറവായിരുന്നു. കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലയിൽ ചുവപ്പ് അലർട്ടാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.